ശ്രീ ജയേഷ് ജോർജ്, പക്ഷേ വിക്കറ്റ് കീപ്പർ ആവില്ല എന്ന് ശാഠ്യം പിടിച്ച വർഷങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ കിട്ടാണ്ട് പോയത് പറയൂ. വിക്കറ്റ് കീപ്പർ ആകില്ല എന്ന് സഞ്ജു ശാഠ്യം പിടിച്ച വർഷങ്ങളുണ്ടായിരുന്നു. ബാറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ബാറ്റ് ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ നിലത്തടിച്ച് പൊട്ടിച്ച് കേരള ജേഴ്സി മാറ്റിവെച്ച് മറ്റൊരു ട്രാക്ക് സ്യൂട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതാണ് മുംബൈ ജുഹു ബീച്ചിൽ രാത്രി മലയാളികൾ കണ്ട് TC മാത്യുവിനെയോ മറ്റോ വിളിച്ചറിയിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റൊന്ന്, ആ സംഭവം വീണ്ടും ആവർത്തിച്ചു. കർണാടകയ്ക്കെതിരായ മത്സരത്തിൽ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിപ്പോവാണ്. ഇതിൽ പലം വലിയ തെറ്റുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ തെളിവുകൾ നിങ്ങളുടെ കൈവശമില്ലേ? കളി നടന്നുകൊണ്ടിരിക്കില്ല. കളി നടന്നുകൊണ്ടപ്പോഴല്ലോ, കളി കഴിഞ്ഞ് ആ മാച്ച് കളി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കളി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള മാച്ച് നമുക്ക് ബംഗാളായിട്ടാണ്, മനസ്സിലായില്ലേ? അപ്പോൾ കളിക്ക് ശേഷം പറഞ്ഞു നിരുത്തരവാദമായി പെരുമാറുന്നുണ്ട്. പക്ഷേ അതാണ് പറയുന്നത്, KCA എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കണം. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാവി ഓർത്ത് നമ്മൾ കുറേ പ്രാവശ്യം അത് അക്കമഡേറ്റ് ചെയ്തു. പക്ഷേ അത് ഇനിയുള്ള താരങ്ങൾ, ഇപ്പോൾ റോഹൻ കുന്നുമേലുണ്ട്, അല്ലെങ്കിൽ സൽമാൻ നിസാറുണ്ട്, ജൂനിയർ താരങ്ങളുണ്ട്. ഇവർ നോക്കുമ്പോൾ സഞ്ജുവിന് ക്യാമ്പിൽ വരാൻ പാടില്ലെങ്കിൽ പിന്നെ ഞങ്ങളും കുറേ റണ്ണൊക്കെ അടിച്ച് KCA ഒരു സ്ഥിരം മെമ്പറായി കഴിഞ്ഞാൽ വൈ ഷുഡ് ബി? അപ്പോൾ ഒരു റോൾ മോഡൽ ആകേണ്ട ഒരു പ്ലെയർ ഇങ്ങനെ കാണിക്കുമ്പോൾ KCA അവിടെ ഒരു ആക്ഷൻ എടുത്തു. ശരി, മുൻപത്തെ വിഷയങ്ങളൊക്കെ ഈഗോ പ്രവൃത്തല്ല. അച്ചടക്ക ലംഘനം എന്ന് പറഞ്ഞതൊക്കെ മാറ്റി നിർത്തൂ. നിങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു സഞ്ജുവിന് വേണ്ടി. പക്ഷേ ഈ നിർണായക സമയത്ത് 2-3 സെഞ്ചുറിയൊക്കെ അടിച്ച് 2020 ക്രിക്കറ്റിൽ ഓപ്പണർ ഞാനാണ് എന്ന് ഉറക്കെ പറയുന്ന ഈ സമയത്ത് സഞ്ജുവിൻ്റെ പ്രതിഭയെ എന്തുകൊണ്ട് മാനിച്ചില്ല? ഭാരവാഹി എന്ന നിലയിൽ അതിനകത്ത് എനിക്ക് ന്യായീകരണങ്ങളുമില്ല. ന്യായീകരണമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സഞ്ജു സാംസൺ എന്നുള്ളൊരു പ്ലെയർ T20 ഓപ്പണിംഗ് ഫോർമാറ്റിലാണ് കളിക്കുന്നത്. വൺ ഡേ വന്നപ്പോൾ അവിടെ ഓപ്പണിംഗ് ഫോർമാറ്റിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം ചാമ്പ്യൻസ് ട്രോഫിയിലെ സെലക്ടേഴ്സ് വാച്ച് ചെയ്ത്. അങ്ങനെയാണ് അതേമാതിരി തന്നെ സഞ്ജു സാംസന്റെ ഒപ്പം തന്നെ T20 അദ്ദേഹത്തിനൊപ്പം തന്നെ 2 സെഞ്ചുറി അടിച്ച തിലക് നായിഡു ടീമിലില്ല, വൺ ഡേ ടീമിലില്ല. ഇന്ത്യൻ്റെ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടീമിലില്ല. ശരിയല്ലേ? അപ്പോൾ സെലക്ടേഴ്സിന്റെ മാനദണ്ഡങ്ങളും അവരുടേതായ എക്സ്പീരിയൻസും അവരുടേതായ കാഴ്ചപ്പാടുകളും. വിജയ് ഹസാരെയാണ് മാനദണ്ഡമെങ്കിൽ ഉറപ്പായും 1 ഡൗൺ അല്ലെങ്കിൽ 2nd ഡൗൺ പൊസിഷനിൽ കോഹ്ലിയെ മാറ്റിയിട്ടായാലും കളിക്കേണ്ടത് കരുൺ നായരല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. വിജയ് ഹസാരയുടെ പെർഫോമൻസ് മാത്രമാക്കി നിർത്തിക്കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെലക്ടേഴ്സ് ഒരു ടീം എടുക്കുന്നത് ഏറ്റവും കൂടുതൽ റൺ അടിച്ചവരെയും ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരെയാണെങ്കിൽ പിന്നെ സെലക്ടേഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ. ഏറ്റവും കൂടുതൽ റൺ അടിച്ചവരുടെ പേര് എഴുതുക, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരുടെ പേര് എഴുതുക, എന്നിട്ടങ്ങ് ടീം ഇട്ടാൽ പോരെ. അപ്പോൾ അവർക്ക് അവിടെ എക്സ്പീരിയൻസ് നോക്കും, അവരുടെ സീനിയോറിറ്റി നോക്കും, അവരുടെ മിഡിൽ ഓർഡറിലെ പഴയുള്ള അല്ലെങ്കിൽ വിരാട് കോഹ്ലിനെമാരൊരു പ്ലെയർ 50 ഓവർ മാച്ചിൽ അദ്ദേഹം ചിലപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. ഇപ്പോൾ വേൾഡ് കപ്പ് ഈ ഒരു 6-8 മാസം മുമ്പ് ഈ വേൾഡ് കപ്പ് എടുത്തുകൊണ്ടുവന്ന ടീമിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏകദേശം ആ ഒരു ടീമാണ് ഇപ്പോഴവർ നിലനിർത്തിയിരിക്കുന്നത്. ശരി, ശ്രീ ജയേഷ് ജോർജ്, ഈ വിഷയം എങ്ങനെ പരിഹരിക്കപ്പെടും? അതായത് നമുക്ക് സഞ്ജുവും വേണം, കേരള ക്രിക്കറ്റ് അസോസിയേഷനും വേണം, ജയേഷ് ജോർജിനെ പോലെയുള്ള നല്ല സംഘാടകരും വേണം, എല്ലാവരും നമുക്ക് വേണം. ഈ വിവാദം, ഈ വിഷയം നമുക്ക് എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? ഞങ്ങൾ പറഞ്ഞല്ലോ, കേരള ക്രിക്കറ്റ് അസോസിയേഷനുടെ പ്രസ്ഥാനം ഇവിടെ ഇരിക്കുന്നത് പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് ആണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വനിതാ ക്രിക്കറ്റിൽ നമുക്ക് 3 താരങ്ങൾ ഇന്ത്യ കളിച്ചു ഈ വർഷം. ഒരുപാട് ജൂനിയർ താരങ്ങൾ വരുന്നുണ്ട്. നമ്മളൊരു കേരള ക്രിക്കറ്റ് ലീഗ് ഉണ്ടാക്കി. ആർക്ക് വേണ്ടി? പ്ലേയേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ SK നായർ സാറ് മുതൽ TC മാത്യു സാറ് മുതൽ ഇപ്പോൾ ഞാനിപ്പോൾ പ്രസിഡൻ്റാണ് വിനോദ് അല്ലെങ്കിൽ ശ്രീജിത്ത്, ഞങ്ങളുടെ ഈ സംഘടന അല്ലെങ്കിൽ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ BCCIയുടെ മീറ്റിങ്ങിന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ BCCIയുടെ ഫണ്ടിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്ലേയേഴ്സിന് വേണ്ടിയും ക്രിക്കറ്റിന് വേണ്ടിയും ചിലവുന്ന 88% KCA ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയും പ്ലേയേഴ്സിന് വേണ്ടി ചിലവാക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ക്യാമ്പുകൾ സ്പെൻഡ് ചെയ്യുന്നു, അക്കാഡമികൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ഞാൻ 2005-ലാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്, എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ട്. അന്ന് 36 അസോസിയേഷനുള്ളതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 32ാമത്തെ ആയിരുന്നു. ഇന്ത്യ ടുഡേയിലോ എനിക്ക് തോന്നുന്നു വീക്കിലൊരു ആർട്ടിക്കിൾ വന്നു, കേരളത്തിൻ്റെ സ്റ്റാൻഡ് 32ാമത്തെ ആയിരുന്നു. ഇന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിൽക്കുന്നത് ആദ്യത്തെ 10 സ്ഥാനങ്ങളിലാണ്. നമ്മൾ ബംഗാളിനെ തോൽപ്പിക്കുന്നു, ഡൽഹിയെ തോൽപ്പിക്കുന്നു, UP തോൽപ്പിക്കുന്നു, അല്ലെങ്കിൽ മുംബൈനെ തോൽപ്പിക്കുന്നു. നമ്മുടെ പ്ലേയേഴ്സ് ഇപ്പോൾ ഇന്ത്യ കളിക്കുന്നു, വിമൻ ടീം വളരെ സ്ട്രോങ് ആണ്. ഇതെല്ലാം നല്ല കാലങ്ങളിലേക്കാണ് കൊണ്ടുവരുന്നത്. കേരള ക്രിക്കറ്റ് ലീഗ് വന്നിരിക്കുന്നു, നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് വേണ്ടി പോകുന്നു. ഇതെല്ലാം ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സഞ്ജു സാംസൺ
നമ്മളുടെ ഏറ്റവും വിലപിടിപ്പുള്ള പ്ലെയറാണ് അദ്ദേഹം. ഇപ്പോൾ T20 സ്ക്വാഡിലുണ്ട്. അദ്ദേഹം അവിടെ റണ്ണടിക്കട്ടെ, അദ്ദേഹം പെർഫോം ചെയ്യട്ടെ. അതേമാതിരി തന്നെ തിരിച്ച് എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ട്രോഫി കഴിയുമ്പോൾ ചിലപ്പോൾ സീനിയർ താരങ്ങൾ രാജി അല്ലെങ്കിൽ അദ്ദേഹം അവരുടെ റിട്ടയർമെൻറ്റ് ഉണ്ടാകാം. എന്തായാലും സഞ്ജു സാംസൻ്റെ പേര് ചർച്ചയിലുണ്ട്. ഇന്നലെ നടന്ന മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, BCCIയുടെ CEO എന്നെ വിളിച്ച് ചോദിച്ചു, സഞ്ജു സാംസനെ നിങ്ങൾക്ക് ഡിസിപ്ലിനറി ആക്ഷൻ? ഞാൻ പറഞ്ഞില്ല. അവർ ഇന്നലെ ചർച്ചയിലെ ഭാഗമായിരുന്നു. ഇന്ന് ഞാൻ പല മീഡിയയിലും വായിച്ചു, ഗൗതം ഗംഭീർ സഞ്ജു സാംസൺ വേണ്ടി സംസാരിച്ചു, അഗർക്കർ അവർ സംസാരിച്ചു. ഇതൊക്കെ മാധ്യമങ്ങളിൽ വായിച്ച് കേട്ട അറിവാട്ടോ ഞാൻ. പലർക്കും അവർക്ക് അതാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ പല പല ചർച്ചകൾ, പല പല തീരുമാനങ്ങൾ. അവസാനം അവർ ബെസ്റ്റ് 11 ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഇന്ത്യ, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് BCCI അവരൊരു ടീം 15 ടീം ഉണ്ടാക്കും. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ടീം എടുക്കുന്നത്, കപ്പ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നാച്ചുറലി അവിടെ ഒരു പൊളിറ്റിക്സ് ഒന്നുമില്ല. അങ്ങനെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ ഞാനതാ പറഞ്ഞത്, തിലക് നായിഡു ഇല്ല, സൂര്യകുമാർ യാദവ് ഇല്ല, എന്താ പറയുക, മുഹമ്മദ് ഷമ്മി എത്രയോ കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അതെ, ഇതിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് മുഹമ്മദ് സിറാജ്. ഈ സിറാജ് ആഭ്യന്തര ഇന്ത്യൻ ജേഴ്സിയിൽ വൺ ഡേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ കഴിഞ്ഞ 2 വർഷത്തിൽ എടുത്ത ആളാണ്. ഈ ബുംറ കളിക്കുമെന്ന് ഉറപ്പില്ലാതിരുന്നിട്ട് പോലും സിറാജിനെ ഡ്രോപ്പ് ചെയ്യാണ് ഇത്. കറക്റ്റ്. അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പുറത്തിരുന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഇവരെല്ലാം ഇരിക്കുന്നത് ഏറ്റവും നല്ല 15 എടുക്കാനാണല്ലോ, അല്ലെങ്കിൽ ഇന്ത്യ കപ്പെടുക്കാൻ പോകുന്ന ടീമിന് എടുക്കാൻ വേണ്ടിയാണല്ലോ ഇവരെല്ലാം അവിടെ ഇരിക്കുന്നത്. BCCIയുടെ സെക്രട്ടറിയാണ് കൺവീനർ, BCCIയുടെ CEO അവിടെ ഉണ്ട്, എല്ലാ സോണിൽ നിന്നുള്ള സെലക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ സൗത്ത് സോണിൽ നിന്ന് ശരത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സോണൽ സെലക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി റെപ്രസെൻറ്റ് ചെയ്ത് ഒരു ടീം ബെറ്റർ ഇൻട്രസ്റ്റ് ഓഫ് BCCI അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കാനുള്ള, ചാമ്പ്യൻസിന് എടുക്കാനുള്ള, ട്രോഫിക്കുള്ള ടീം എടുക്കുമ്പോൾ അവിടെ ലോബിയിങ്ങോ അല്ലെങ്കിൽ അവിടെ പൊളിറ്റിക്സ് ഇല്ല. അവിടെ ഏറ്റവും നല്ല ടീം. അതിന് പല കാരണങ്ങളുണ്ടാകാം, സീനിയോറിറ്റി അല്ലെങ്കിൽ ഓരോ പൊസിഷനിൽ ആരായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഗവാസ്കർ പറയുന്നുണ്ടല്ലോ, ഇത് ഞാൻ വായിച്ചു, ലെഫ്റ്റ് ഹാൻഡറിൽ താഴെ ഋഷഭ് പന്തിന് പെട്ടെന്ന് ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ലോവർ ഓർഡറിൽ ഋഷഭ് പന്ത് ബെറ്റർ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം സഞ്ജു സാംസണോട് കൺസിഡർ ചെയ്യാത്തത്. അല്ലെങ്കിൽ KL രാഹുൽ കുറച്ചുകൂടി ലോങ്ങർ വെർഷനിൽ ബെറ്റർ ആയിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങളാണ്. ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ മെറിറ്റും തിലക് നായിഡുവിൻ്റെ മെറിറ്റും റിങ്കു സിംഗിൻ്റെ മെറിറ്റും സഞ്ജു സാംസൻ്റെ മെറിറ്റും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് ഇതെല്ലാം കൂടി 2.5 മണിക്കൂർ 3 മണിക്കൂർ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ടീം എടുക്കുന്നത്. ശരി, ശ്രീ ജയേഷ് ജോർജ്, അതായത് ഈ വിവാദങ്ങൾ മുൻപേ ഉണ്ട്, അത് 2-3 ദിവസമായി ഉയർന്ന നിലയിലാണ്. ശശി തരൂർ വന്നതോടുകൂടി നിങ്ങൾക്കും പ്രതികരിക്കേണ്ടി വന്നു. അതായത് ഈ വിഷയങ്ങളിൽ ഗതികെട്ട് പ്രതികരിക്കുകയായിരുന്നോ KCA? അത് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ടീമുണ്ട്, സെലക്ഷൻ നടക്കുന്നുണ്ട്. സഞ്ജു സാംസൻ്റെ പേരുകൾ 4 വർഷമായിട്ട് ചർച്ചകളിലുണ്ട്, അദ്ദേഹത്തിന് ടീമിൽ എടുക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ സഞ്ജു സാംസൺ മിന്നുന്ന ഫോമിലാണ്, 2 സെഞ്ചുറി അടിച്ച് നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് എടുത്തില്ല? അത് റിങ്കു സിംഗിനും അല്ലെങ്കിൽ തിലക് നായിഡുവിനും ഒക്കെ ബാധകമാണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ എന്തെങ്കിലും ഒരു പോളിസി ഉണ്ടാവും, അല്ലെങ്കിൽ സീനിയോറിറ്റിയോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ശശി തരൂർ സാറ് കാര്യങ്ങൾ അറിയാതെ അവിടെ സഞ്ജു സാംസൺ എടുത്തില്ല എന്നുള്ളതിന് അദ്ദേഹത്തിന് വിഷമമുണ്ട്, ഞങ്ങൾക്കും വിഷമമുണ്ട്, ട്വീറ്റ് ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ അവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒഫീഷ്യൽസിൻ്റെ ഈഗോ, ആ ഒരു കാര്യം എനിക്ക് ക്ലാരിഫൈ ഞാൻ ചെയ്യണ്ടേ? ശരി, ഒറ്റ ചോദ്യം കൂടി ശ്രീ ജയേഷ് ജോർജ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞാണ് സഞ്ജുവും ജയേഷ് ജോർജും KCA ഒക്കെ നമുക്ക് വേണം. നമുക്ക് KCAക്ക് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ KCA മുൻകൈയെടുത്ത് സഞ്ജുവിനെ ചേർത്ത് പിടിക്കുമോ? അതോടെ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കും? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തന്നെ കുട്ടിയാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസനെ ഇന്ത്യ കളിക്കാൻ വേണ്ടിയും സഞ്ജു സാംസനെ മാതിരിയുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. KCAക്ക് യാതൊരു ഈഗോയും സഞ്ജു സാംസൺ എടുത്തില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നല്ലോ, സഞ്ജു സാംസൺ അവിടെ മനസ്സമാധാനമായിട്ട് T20 കളിച്ച് റണ്ണടിക്കട്ടെ. നമ്മളുടെ ഈ വിവാദങ്ങളും പത്രങ്ങളും കാണുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡുമാണ് അപ്സെറ്റ് ആകുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒപ്പം കളിച്ച് സെഞ്ചുറി അടിച്ച് സ്ഥിരമായിട്ട് T20 അംഗമാകട്ടെ, തിരിച്ച് വന്ന് വൺ ഡേയും ടെസ്റ്റ് സ്ക്വാഡിലും അംഗമാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹവും. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഈഗൊന്നും, സഞ്ജുവിനെ എപ്പോൾ വേണമെങ്കിലും KCA സെക്രട്ടറി സമീപിക്കാം, അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് 2 പേർക്ക് സംസാരിച്ച് തീർക്കാവുന്നതാണ്. ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമില്ല. സഞ്ജു സാംസൺ കുറച്ചും കൂടി മെച്യൂരിറ്റി കാണിക്കണം. ഒരു ഇന്ത്യ പ്ലെയർ എന്നുള്ള രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു റോൾ മോഡലാകേണ്ട ആൾ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുക, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, സിമ്പിൾ. അല്ലാതെ ഇവിടെ ഒരു ഗ്രഡ്ജോ അല്ലെങ്കിൽ ഈഗോയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളുടെ തന്നെ കുട്ടിയാണ്.
ശരി, വളരെ പോസിറ്റീവായ മറുപടിയാണ് അങ്ങ് നൽകുന്നത്. സഞ്ജുവിന് എപ്പോൾ വേണമെങ്കിലും സമീപിക്കാം, ഞങ്ങൾ സഞ്ജുവിനൊപ്പമാണ്, ഞങ്ങളുടെ കുട്ടിയാണ് സഞ്ജു എന്ന് പറയുമ്പോൾ അങ്ങ് ഒരു 5-10 വർഷം മുമ്പത്തെ സഞ്ജുവിനെ കൂടി ഓർമ്മിച്ചാകും അത് പറയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജയേഷ് ജോർജ്. ഈ സൺഡേ ഡിബേറ്റിൽ ഒപ്പം ചേർന്നതിനും പറയാനുള്ളത് തുറന്നു പറഞ്ഞതിനും വളരെയധികം നന്ദി.